ഹായ്, എല്ലാവർക്കും നിഷ രജി വ്ളോഗ്സിലോട്ട് സ്വാഗതം. അപ്പൊ നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. തമ്പനയിൽ പറഞ്ഞതുപോലെ 12-12 വീഡിയോയുടെ സത്യാവസ്ഥ എന്ത്, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അത് എനിക്ക് 12-12 എന്ന വീഡിയോ ചെയ്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അനുഭവം ഉണ്ടായി. നല്ല റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പൊ അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ രജനി വയലാർ എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാനത് ചെയ്തു നോക്കുന്നത്. അപ്പൊ ആദ്യം ആ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ നമുക്കിത് ചെയ്താൽ അതിന്റെ റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ എഴുതണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ വേറെ ആൾക്കാർ ചെയ്ത് വീഡിയോ ഇടും. അപ്പൊ വെറുതെ നമുക്ക് അങ്ങനെ വീഡിയോ ഇട്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യാതെ എനിക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയെന്ന് അറിയാതെ ഞാൻ വന്ന് വെറുതെ വീഡിയോ ഇടുന്നതിൽ വലിയ അർത്ഥമില്ലല്ലോ. അപ്പൊ ഞാൻ ഓർത്തു എന്നാ ഞാനൊന്ന് ചെയ്തു നോക്കാം. എന്നിട്ട് എന്തുണ്ട് 21 ദിവസം കഴിഞ്ഞത് ഓക്കെ ആണെങ്കിൽ എനിക്ക് നിങ്ങളിലോട്ടും പറയാലോ. പക്ഷെ കറക്റ്റ് 21 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയത്. ഞാൻ ആഗ്രഹിച്ച, ഞാൻ മനസ്സിൽ പറഞ്ഞ കാര്യം എനിക്ക് സാധിച്ചു കിട്ടി കേട്ടോ. അപ്പൊ അത് നിങ്ങളിലോട്ടും അറിയിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വരുന്നത്. അതെ, എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഞാൻ. നമ്മളുടെ മോതിര വിരലിൽ ഇവിടെ 12-12 എന്ന് എഴുതുക. അത് തുടർച്ചയായിട്ട് 21 ദിവസം എഴുതണം. 21ാമത്തെ ദിവസം നമുക്കതിന്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ ചിലർക്ക് 10 ദിവസം ആകുമ്പോൾ, ചിലർക്ക് 15 ദിവസം ആകുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ എത്ര ദിവസം, 10 ആയാലും 15 ആയാലും നമുക്ക് റിസൾട്ട് ഒക്കെ കിട്ടിയാലും ഇല്ലെങ്കിലും 21 ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതുക. 21 ദിവസം കഴിഞ്ഞ് 21 ദിവസം എഴുതിയതിനു ശേഷം 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിന് ഫലം കിട്ടിയിരിക്കും. ഉറപ്പാണ്. എനിക്കത് കിട്ടിയതാണ്. പലർക്കും ആ ചേച്ചിയുടെ വീഡിയോ തന്നെ എടുത്ത് നോക്കി അറിയാൻ പറ്റും. പലർക്കും ഒരുപാട് കാര്യങ്ങൾ കിട്ടിയതും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് എനിക്ക് കിട്ടി. അപ്പൊ അത് നിങ്ങൾക്കും ഒന്ന് പറഞ്ഞു തരാം ഞാൻ അങ്ങനെ ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ. അത് നല്ല ഇപ്പൊ ഇറച്ചിയോ മീനോ കൂട്ടണ്ട, ഇറച്ചിയോ മീനോ കൂട്ടാണ്ടിരുന്ന് ചെയ്യണ്ട, അങ്ങനെയൊന്നുമില്ല. ഇറച്ചിയും മീനും കൂട്ടിയെന്ന് വെച്ചൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കിട്ടും. പക്ഷെ 21 അത് എഴുതുമ്പോഴത്തേക്കും നമ്മൾ ഒരു അരമണിക്കൂർ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് പാത്രം കഴുകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതരുത്. ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും സമയത്ത് വേണം ചെയ്യാൻ. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 7 മണിക്കുള്ളിൽ ഇത് എഴുതിയിരിക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു അരമണിക്കൂർ നമ്മൾ എഴുതിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. അതിനെ നോക്കിയിട്ട് ദൈവമേ നമുക്ക് എന്താണോ നടക്കാനുള്ള കാര്യം ഈ വിരലിട്ട് നോക്കിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആഗ്രഹം എന്തൊക്കെയാണോ നമുക്ക് പറയാനുള്ളത് അത് പറഞ്ഞ് ഒരു അരമണിക്കൂർ നമ്മൾ നിന്നത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അരമണിക്കൂർ. അത് കഴിഞ്ഞിട്ട് അത് മാഞ്ഞു പോയിക്കോട്ടെ, കുഴപ്പമില്ല. മാഞ്ഞു പോയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. അരമണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താഗ്രഹവും സാധിച്ചു കിട്ടും, ഉറപ്പ്. എനിക്ക് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ അത്രയും ധൈര്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറയുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പറയാം ഇത് വെറുതെ പറ്റിക്കലാണ്, അങ്ങനെയൊന്നുമില്ല. ഒരിക്കലും പറ്റിക്കലല്ല കേട്ടോ. ഞാൻ വേറൊരാളുടെ വീഡിയോയ്ക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് അനുഭവം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ ഭാഗ്യമായിരിക്കാം. പിന്നെ അനുഭവം കിട്ടാത്തവർ അത് ആ ചേച്ചി തന്നെ പറയുന്നുണ്ട്, ഒരു വെള്ളിയാഴ്ച ദിവസം തുടങ്ങുക, വെള്ളിയാഴ്ച തുടങ്ങി വ്യാഴാഴ്ച തീരുന്ന രീതിയിൽ ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും കിട്ടുന്നേ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. നല്ല നല്ല അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. ആ ചേച്ചിയുടെ വീഡിയോസ് എടുത്തൊക്കെ നോക്കിയാൽ കാണാം, ഒരുപാട് പേർക്ക് നമുക്കത് ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും മറക്കാതെ അതൊന്ന് ചെയ്യണം. ചെയ്ത് നോക്ക്. നമുക്കൊന്നും നഷ്ടമല്ല. നമ്മൾ ആർക്കും 10 പൈസ കൊടുക്കണ്ട, ഒന്നും നമുക്ക് ചെയ്യണം. നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാനുണ്ടോ, തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഗുണം കിട്ടിയിരിക്കും. എനിക്ക് കിട്ടിയ ഒരാളാണ്. അതാണ് അത്രയും കോൺഫിഡൻസോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നത് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു തരാം അതിനെ കുറിച്ച്. അതല്ല, ഇനി ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗുണം കിട്ടിയവരുണ്ടെങ്കിൽ അതും മറക്കാതെ അറിയിക്കുക. എന്റെ കമന്റ് ബോക്സിൽ വന്നൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്കൊരു ആ വീഡിയോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ വന്ന് പറയുക. എനിക്ക് ഗുണമുണ്ടായ ഒരു കാര്യമാണ്, എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ്. ഞാൻ വീണ്ടും വീണ്ടും അതാണ് പറയുന്നത്. നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അത് ഒരു അരമണിക്കൂർ നമ്മൾ അതിനു വേണ്ടി മാറ്റി വെച്ച് നോക്ക്. നമ്മളുടെ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ നമുക്ക് നല്ലൊരു കാര്യം സാധിക്കാൻ പറ്റിയെങ്കിലോ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്നും പറയാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ബൈ.